ഇപ്പോഴിതാ കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, ഇതിൽ ആത്യന്തികമായി EDയുടെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത് CMRL അനധികൃതമായി പണം കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പല ആളുകളും ഉൾപ്പെട്ടിട്ടുള്ള പണം കൈമാറ്റമാണ്. അതിൽ തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ ആണ്. അതായത് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നല്ല, പക്ഷെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഇപ്പോൾ പരിശോധനയ്ക്ക് കീഴിൽ ആണ് എന്ന് തന്നെയാണ് വാർത്താക്കുറിപ്പായി പുറത്തു വന്നത്. ഒപ്പം CMRL അങ്ങനെ 10 കേന്ദ്രങ്ങൾ എന്നാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. CMRLന്റെ ഓഫീസ്, CMRLന്റെ ഉടമസ്ഥതയിലുള്ള വസതികൾ, ഇതെല്ലാം കൃത്യമായി തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പരിശോധിക്കപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കൊച്ചിയിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ നവമി? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശശിധരൻ കർത്തയുടെ വീടിന് മുന്നിലാണ്. ഇവിടെ ഏകദേശം 7 മണിക്കൂറായി ഈ പരിശോധന, ഈ ഒരു റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, ആശുപത്രിയിൽ എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന്റെ മകൻ ശരൺ എസ് കർത്തയാണ് ഈ വീട്ടിലുള്ളത്. ശരൺ എസ് കർത്തയുടെ മൊഴിയും ED രേഖപ്പെടുത്തുന്നുണ്ട്, വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ, അതായത് 2022-ലും സമാനമായ രീതിയിൽ EDയുടെ ഒരു പരിശോധന ഈ വീട്ടിൽ നടന്നിരുന്നു. അന്ന് ശശിധരൻ കർത്തയിൽ നിന്നും വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. പിന്നീട് 2 ദിവസമാണ് സമൻസ് അയച്ചത്. അതായത് ED ഓഫീസിലെത്തി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED ഓഫീസിലെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 തവണ സമൻസ് അയച്ചെങ്കിലും തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിന് മുന്നിൽ എത്താത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് കോടതിയിലേക്ക് പോകുന്നതും പിന്നീട് ഇന്നലെ അടക്കം വരുന്ന വിധികളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു റെയ്ഡും അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നിന്നും ED പ്രധാനമായും പരിശോധിക്കുന്നത് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട, അതായത് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ വീട്ടിൽ നിന്നും ലഭ്യമാകുന്നുണ്ടോ എന്നാണ് ED ഉദ്യോഗസ്ഥർ പ്രധാനമായും കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഏത് വിധേനയാണ് ഇവർ ഇത്തരത്തിലൊരു സേവനവും നൽകാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തുക ഇവർ കൈമാറിയത്, അതുമായി ബന്ധപ്പെട്ട ഇൻവോയ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, ഇതാണ് ഇവിടെ നിന്നും പ്രധാനമായും കണ്ടെത്താൻ സാധിക്കുന്നത്. എന്തായാലും ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല, ഒരറിയിപ്പ് നൽകിയിരുന്നില്ല. ED ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുകയായിരുന്നു എന്നാണ്. എന്തായാലും ED ഉദ്യോഗസ്ഥർ അകത്താണ്. അവരുടെ പരിശോധന പുരോഗമിക്കുമ്പോൾ മകൻ ശരൺ എസ് കർത്തയും ഈ വീട്ടിലുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാ EDയുടെ പരിശോധന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സമയം ആണ് പരിശോധനകൾ നടക്കുക. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരിടത്ത് അന്വേഷണ സംഘം എത്തുകയോ പരിശോധന നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകൾക്ക് അടക്കം ആ വിവരങ്ങൾ ചോർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്, ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ എല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കേന്ദ്രങ്ങളിലും ഒരേ സമയം തന്നെ ED പരിശോധന നടത്തുന്നത്. പരിശോധനയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടാൽ അത് തീർച്ചയായും ഒഫീഷ്യലി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പിടിച്ചെടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നൽകിയിട്ടുള്ള, അതായത് ഏത് വീട്ടിലാണോ പരിശോധന നടത്തുന്നത്, ഏത് ഓഫീസിലാണോ പരിശോധന നടത്തുന്നത്, പിന്നീടുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്നത് നാളെ ഇത് കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതേ ED അവിടെ ഉണ്ടായിരുന്ന പലതും എടുത്തുകൊണ്ടുപോയി, അവരുടെ മൊബൈൽ ഫോണുകൾ നഷ്ടമായി, കമ്പ്യൂട്ടർ കൊണ്ടുപോയി, അതല്ല എങ്കിൽ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകും. ആ ആക്ഷേപങ്ങൾ കൂടി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്തെങ്കിലും വസ്തുക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ എവിടെ നിന്നാണ് എടുത്തത് എന്നത് അവരെ കൂടി ബോധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ ഈ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിലൊരു ഡോക്യുമെന്റും എടുത്തിട്ടില്ല എന്നുള്ളത് ED അറിയിക്കുന്നു, അത് അവർക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. നാളെ EDക്ക് നേരെ നമുക്കറിയാം ഇതൊക്കെ രാഷ്ട്രീയമായി കൂടി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഒരുപക്ഷെ EDയെയും വലിയ തോതിൽ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാം. അവിടെയാണ് ഇത്തരം എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ പരിശോധനയ്ക്കിടെ എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുകയോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ആ വീടിനോ ഓഫീസിനോ വരുത്തിയിട്ടില്ല എന്നതുകൂടിയാണ് ED ഇത്തരം പരിശോധനകൾക്ക് ശേഷം ഏത് ഓഫീസാണോ ഏത് വീടാണോ അവിടെ നടത്തുന്ന പരിശോധന. ഇതിപ്പോൾ കണ്ണൂരിൽ ഉള്ള പിണറായി വിജയന്റെ വസതിയിൽ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്ത് തന്നെയാണ് എങ്കിലും ആ വീട്ടിൽ
വീട്ടിലെ സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയൊന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം അവിടെ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അത് പിന്നീട് കോടതിയിലൊക്കെ പോയി തിരികെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് പിടിച്ചെടുത്തുവെന്നോ നഷ്ടമായി എന്നോ ഉള്ള ആരോപണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. അതും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അതേസമയം രാഷ്ട്രീയമായി CPM-ന് ഇത് വലിയ തോതിൽ ഗുണകരമാകുന്നത് ഇതാ ഞങ്ങളുടെ നേതാവിൻ്റെ വസതിയിൽ പരിശോധന നടത്തിയിട്ട് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ആയിരിക്കും വരും മണിക്കൂറുകളിൽ CPIM തീർച്ചയായും രാഷ്ട്രീയമായി പ്രയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ എന്നത് വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ വസതിക്ക് മുന്നിൽ ആണ്. മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ അടക്കമാണ് ഈ പരിശോധന നടന്നത്. അവിടെയാണ് CPM ചോദ്യമായൊക്കെ ഉന്നയിക്കുന്നത്. എന്തിനാണ് നേരത്തെ നമ്മൾ VK സനോജിൻ്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കേട്ടതാണ്. ഈ വിവാഹം നടക്കുന്നതിന് മുമ്പുള്ള ഒരു കേസാണ്. ഇപ്പോൾ പിന്നെ എന്തിനാണ് ഈ മുഹമ്മദ് റിയാസിന്റെ വസതിയിലൊക്കെ റെയ്ഡ് നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ അന്വേഷണ സംഘത്തിന് അതിലൊക്കെ കൃത്യമായ ഉത്തരമുണ്ട്. ഈ വീണാ വിജയനുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും അന്വേഷണ സംഘത്തിന് പരിശോധന നടത്താൻ പറ്റും. അത് ഒരേ സമയം നടത്താൻ പറ്റും. തെളിവുകൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ തെളിവുകൾ മാറ്റുകയോ ഒക്കെ ചെയ്യുവാനുള്ള സാധ്യത, അതല്ല എങ്കിൽ പരിശോധന നടക്കുന്ന സമയത്ത് ആശയവിനിമയം പരസ്പരം നടത്താനുള്ള സാധ്യത, ആ സമയത്തടക്കം ഗൂഢാലോചന നടത്തുവാനുള്ള പരസ്പരം ആലോചിച്ച് എസ്കേപ്പ് ചെയ്യാവുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക, ഇതിനെല്ലാം തടയിടുക എന്നത് തന്നെയാണ് EDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം. ആ നിലയിൽ ആണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ EDയുടെ പരിശോധന. അതും രാവിലെ 6 മണിക്ക് ആരംഭിച്ച പരിശോധനയായിരുന്നു. പല സ്ഥലത്തും ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് അടക്കം പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ്. അരുൺ, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് കണ്ണൂരിലെ വസതിയിലെ പരിശോധന പൂർത്തിയാക്കി അവർ ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. അവിടെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു വീടിന് പുറത്ത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വളരെ സുഖകരമായി തന്നെയാണ് പുറത്തേക്ക് പോയത്. കൃത്യമായി സുരക്ഷ ഒരുക്കി എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ എന്താണ് ഈ തിരുവനന്തപുരത്ത് വാടക വീടിന് മുന്നിലെ സാഹചര്യം? ഇവിടെ റെയ്ഡ് ഏത് നിമിഷം അവസാനിക്കുമെന്ന സൂചനകളുണ്ട്. പക്ഷേ ഇതുവരെയും അന്വേഷണ സംഘം പുറത്ത് വന്നിട്ടില്ല. അവർ പുറത്തേക്ക് വരുമെന്ന വിവരം നേരത്തെ തന്നെ 2 മണിയോടുകൂടി റെയ്ഡ് അവസാനിച്ചു. പക്ഷേ ഇതുവരെ അവർ പുറത്തേക്ക് വന്നിട്ടില്ല. ഇവിടെ അവർക്ക് അനായാസം സുഗമമായി കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ പോലീസ് ഇതിനകം തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.